മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തൃശൂർ അതിരപ്പള്ളി അരൂർമുഴി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഒരാന ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലൂടെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വിശദാംശങ്ങൾ അനീഷ് ആന്റണിയെ നൽകും. അനീഷ്, കാട്ടാനക്കൂട്ടം ഇപ്പോഴും അവിടെ തുടരുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, ഇന്നലെ രാത്രിയിലാണ് ഈ തരത്തിൽ കാട്ടാനക്കൂട്ടം കാട്ടിൽ നിന്നിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തിയതെന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഈ സംഭവം നടക്കുന്ന അതിരപ്പള്ളി വെറ്റിലപ്പാറയ്ക്കടുത്ത് അരൂർമുഴി വരടിക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ്. 2 ആനകൾ ആണ് ഇറങ്ങിയത്. ഇതിൽ ഒരാനയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ടോടെ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. അതിൽ ഈ പറയുന്ന ജനവാസ മേഖലയിലേക്ക് എത്തിയ ആനയാണ് കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലൂടെ ഏറെ ദൂരം റോഡിലൂടെ നടന്നു. ഈ സമയത്ത് നിരവധി ആളുകൾ, വഴിയാത്രക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ ആന ഇവരെ ഒന്നും ഉപദ്രവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടി റോഡിലൂടെ നടന്ന ശേഷം എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഇറങ്ങി. ഈ എണ്ണപ്പനത്തോട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ നാട്ടുകാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് പടക്കം പൊട്ടിച്ചും അതുപോലെ ശബ്ദമുണ്ടാക്കിയും ആനയെ ഈ പുഴ കടത്തി, ഒരു ആനയെ പുഴ കടത്തി കാട്ടിലേക്ക് വിട്ടത്. ചാലക്കുടി പുഴ കടത്തി വനത്തിലേക്ക് വിടുകയായിരുന്നു. പക്ഷേ 2 ആനകളാണ് ഇറങ്ങിയത്. ഇതിൽ മറ്റൊരു ആന ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തുടരുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഈ കഴിഞ്ഞ രാത്രിയിലാണ് ഇത്തരത്തിൽ ഈ 2 ആന കാട് ഇറങ്ങി വന്ന് ജനവാസ മേഖലയിലേക്ക് എത്തിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെ വെറ്റിലപ്പാറ സ്വദേശി ബാബുവിന്റെ കൃഷിയിടത്തിൽ വലിയ രീതിയിലുള്ള കൃഷിനാശം ഉൾപ്പെടെ ഈ ആനകൾ സൃഷ്ടിച്ചിരുന്നെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. അതിൽ ഒരു ആനയാണ് ഇപ്പോൾ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലൂടെ മുന്നിലൂടെയൊക്കെ നടന്ന് ഈ എണ്ണപ്പനത്തോട്ടത്തിൽ എത്തിയത്. ഈ ആനയാണ് ഇപ്പോൾ കാട് കയറ്റി വിട്ടിട്ടുള്ളത്. പക്ഷേ മറ്റൊരു ആന ഇപ്പോഴും ഈ പ്രദേശത്ത് തുടരുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യമുണ്ട്. കബാലി എന്ന് പറയുന്ന ഈ മേഖലയിൽ സ്ഥിരമായി ഉള്ള കാട്ടുകൊമ്പൻ കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി തവണയാണ് ഈ ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടഞ്ഞിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രോഗിയെ കൊണ്ടുപോയിരുന്ന ആംബുലൻസും അതുപോലെ തന്നെ KSRTC ബസ്സും ഉൾപ്പെടെ വിവിധ ദിവസങ്ങളിലായി മണിക്കൂറുകളോളമാണ് റോഡിൽ തടഞ്ഞിടുന്ന ഒരു ഘട്ടം ഉണ്ടായത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി അടുപ്പിച്ച് 4 ദിവസങ്ങളിലായി ആന സ്ഥിരമായി റോഡിലിറങ്ങി വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഡെപ്യൂട്ടി തഹസിൽദാർ സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെയും ഈ ആന പാഞ്ഞെടുത്തതിനു ശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മേഖലയിൽ അരൂർമുഴി ഭാഗത്ത് ഈ 2 ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തിയതും ഒരാന റോഡിലൂടെ നടന്ന് എണ്ണപ്പനത്തോട്ടം വരെ എത്തിയതും വനപാലകരും അതുപോലെ നാട്ടുകാരും ചേർന്ന് പടക്കം പൊടിച്ചും ഉൾപ്പെടെ പുഴ കടത്തി കാട്ടിലേക്ക് വിടുന്ന ഒരു സംഭവം ഏറ്റവും ഒടുവിലായി. ശരി അനീഷ്, എന്തായാലും അതിരപ്പള്ളി അരൂർമുഴി ജനവാസ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഇതിൽ ഒരാനയെ ഇപ്പോൾ കാട് കടത്തിയിട്ടുണ്ട്. മറ്റൊരാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. അനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.